ഈ കാണുന്ന ഒന്നുമല്ല AJP. കേരളത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാവുന്ന ഈ അലിൻ ജോസ് പെരേരയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഗൈസ്. AJPയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഈ ഇന്റർവ്യൂവിൽ കൂടെ AJPക്കുള്ള പക്ഷെ നമുക്കില്ലാത്ത നല്ല കിടിലൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ക്വാളിറ്റി, ആറ്റിറ്റ്യൂഡ്. വെൽക്കം AJP അലിൻ ജോസ് പെരേര. ഹായ് ഹായ് ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്താണ് പുതിയ പ്രൊജക്റ്റുകളൊക്കെ? കുറച്ച് ആൽബംസും ഷോർട്ട് ഫിലിംസും ഒക്കെ ഉണ്ട്. ആൽബംസും ഷോർട്ട് ഫിലിംസും ഒക്കെ. ഈ ആറ്റിറ്റ്യൂഡാണ് ഗൈസ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്കൊന്നും അറിഞ്ഞുകൂടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാണെങ്കിലും നമ്മൾ പുറത്ത് എല്ലാം തികഞ്ഞ മനുഷ്യനാണ് എന്ന് അഭിനയിക്കണം. കാണുന്നവന്മാർക്ക് തോന്നണം നമ്മൾ എന്തോ വലിയ പുള്ളിയാണെന്ന്. നമ്മൾ ഏത് ജോലി ചെയ്താലും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട് എന്ന് ഈ പുള്ളി നമുക്ക് കാണിച്ചു തരും. ഇപ്പം കല്യാണ വീടുകളിൽ താരമാണ് AJP അല്ലെങ്കിൽ അലിൻ ജോസ് പെരേര അല്ലേ? കല്യാണത്തിനൊക്കെ ഈ പുള്ളിനെ വിളിച്ചിട്ട് ഒരുമാതിരി കോമാളിയാക്കുന്ന പരിപാടിയാണ്. പെണ്ണിന്റെയും ചെറുക്കൻ്റെ അടുത്ത് കൊണ്ട് നിർത്തുക, രണ്ടേ സ്റ്റെപ്പൊക്കെ കളിക്കുക. ഇതാണ് പരിപാടി. സ്റ്റേജ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം കല്യാണ വർക്കൊക്കെ ഭയങ്കര വരുന്ന ടൈമാണ്. സോ എങ്ങനെയാണ് ഇൻകൊക്കെ ഡെയിലി എങ്ങനെയാണ് വരുന്നത്? ഡെയിലി ഒരു 10K മുതൽ 30K വരെ. അത് ഒരു കള്ളാണോ സത്യമാണോ എന്നറിയില്ല, മിക്കവാറും തള്ളായിരിക്കാനാണ് സാധ്യത. എന്നാലും നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ക്വാളിറ്റി വിട്ട് കളിച്ചിട്ടില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ്. ചിലപ്പോൾ ആൾക്കാർക്ക് മറ്റേ വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കാൻ വേണ്ട ആൾക്കാർക്ക് തോന്നാം. പക്ഷേ നമ്മള് സ്റ്റേജിൽ വന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു പാട് തന്നെയാണ്. ഇത്രയും മനുഷ്യന്മാരെ മുമ്പ് വന്നിട്ട് കോമാളി കളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് വർക്ക്. 10,000 30,000 ഒക്കെ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ കുറവാണ്. അതാണ് ഗൈസ്. അപ്പം നമ്മൾ ഏത് ജോലി ചെയ്താലും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. പുള്ളിക്കാരൻ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് വിയർക്കാതെ ചെയ്യുന്നുണ്ട്. നമുക്ക് കഷ്ടപ്പെടാതെയും പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാം, നല്ല ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യാം. ഒരു മാസമാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇൻകം വരുന്നത്? നമുക്ക് ചെലവായി പോകുന്നതാണ്. ഇൻകമായിട്ട് ഫിക്സ്ഡ് ഒരു ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ പോലും ചെലവായി പോകുന്ന ലക്ഷങ്ങളുണ്ടാവും. അതായത് പല സ്ഥലത്തു നിന്നായിട്ട് പൈസ കിട്ടുന്നുണ്ട്. അതെല്ലാം ഒരു സൈഡിൽ കൂടെ ചെലവായി പോകുന്നുണ്ട്. അതായത് ഹീസ് ലീഡിങ് എ ലക്ഷറി ലൈഫ് ഈവൻ ദോ കഷ്ടപ്പെടുന്നില്ല, ചെലവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സേവിങ്സ് ഉള്ള ഒരാളല്ല AJP. സേവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ടൊരു ഓഹരി കിട്ടുമല്ലോ. യെസ്, എന്തായാലും കുടുംബപരമായിട്ടുള്ള ഓഹരി ഫാമിലിയിൽ നിന്ന് കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആ ഒരു സേവിങ്സ് ആണ് പുള്ളിക്കാരൻ്റെ ഒരു പ്രതീക്ഷ. മാസം ലക്ഷങ്ങൾ ചെലവാക്കുന്നു എന്നാണ് AJP പറഞ്ഞത്. നമ്മളൊക്കെ ഈ ഒരു ലൈഫ് കിട്ടാനായിട്ട് കൊതിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, കഷ്ടപ്പെടാതെ വിയർക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും ഗൈസ്. അടുത്തൊരു സംഭവമാണ്, നമ്മുടെ വീട്ടുകാർ നമ്മളെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം. കിട്ടിയാൽ മേടിക്കും എന്നല്ലാണ്ട് നമുക്ക് തട്ടിപ്പറിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ സ്വത്ത്. എന്നാലും വീട്ടിലെ സ്വത്ത് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയും അധ്വാനിക്കുന്ന ഒരാൾക്ക് എന്തിനാണ് ഇങ്ങനെ വീട്ടിലെ സ്വത്ത്? എന്തിനാണ് അത്? ഇപ്പൊ ഞാൻ മാത്രമല്ല, എല്ലാ മലയാളീസും അതിനു വേണ്ടി കോടതി കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ മറ്റേ സബ് കോർട്ടിലെ കോഴിക്കോട്ടില് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു സർവേ എടുക്കാൻ പറ്റും. ഞാൻ മാത്രമാണോ അതിന് മുതിർട്ട്? അങ്ങനെ മുതിർട്ടാ വേണമെങ്കിൽ AJPനെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. ഇവരുടെ ഈ സ്വത്ത് കിട്ടുമോ എന്നുള്ളതാണ് AJPയുടെ ഒരു സംശയം. ചാൻസ് ഉണ്ട്. കാരണം ഒരാളുടെ മകനായിട്ട് ജീവിക്കുന്നു. ആ ഒരു ലൈഫ് ടൈമിൽ അവരുടെ ഒരു അച്ചീവ്മെന്റിൽ കിട്ടുന്ന സംഭവങ്ങൾ കാലാകാരണം വെച്ച് പറയാ, അവരുടെ കാലം കഴിയുമ്പോൾ ഒരു വെറുതെ ആയി പോകരുതല്ല, മറ്റുള്ളവരിലേക്ക് പോകരുതല്ല. നമ്മളവരുടെ മകനായിട്ട് ജീവിക്കുന്നവരെ നോക്കുന്നു, പരിപാലിക്കുന്നു, ദിവസേന വിളിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടണമല്ലോ. അല്ല, അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ വരുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പാരന്റ്സിന്റെ സ്വത്ത് മക്കൾക്ക് തന്നെയല്ലേ പോകും, അത് വേറെ ആൾക്ക് പോകുമല്ലോ. ചിലപ്പോ അനാഥാലയങ്ങൾക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് AJP ചൂസ് ചെയ്തിരിക്കുന്ന കരിയർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ AJPയുടെ ഈ ഒരു പോക്ക് അത്ര ശരിയല്ല എന്നാണ് AJPയുടെ വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ AJPക്ക് സ്വത്തുകളൊന്നും എഴുതി കൊടുക്കത്തില്ല, അനാഥാലയത്തിന് എഴുതി വെക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതാണ് AJP പറയുന്നത്. അങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് AJP എല്ലാ ദിവസവും മുടങ്ങാതെ അമ്മേനെ വിളിക്കാറുണ്ട്. മര്യാദയില്ലാത്തൊരു വർത്താനം അത് ഫാമിലിയിൽ തന്നെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മേഖലയായിട്ടുള്ള ഫിലിം ഫീൽഡിൽ നമ്മൾ പല രീതിയിലുമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ആക്ടിങ് മാത്രമല്ല, റിവ്യൂ, ഓൺലൈൻ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ കേട്ട് നിൽക്കുന്നു. ആക്ടിങ് മാത്രമല്ല, AJPക്ക് പല 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 പല
സൈഡ് ബിസിനസ്സുകളുണ്ട്. കല്യാണത്തിന് വിളിക്കുമ്പോൾ പോവുക, പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്യുക, ഫിലിമിൽ കയറാൻ ഉദ്ദേശമുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അടുത്തൊരു AGPയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് ആണ്. അപ്പോൾ ഒരു ദിലീപേട്ടനാവാൻ ശ്രമിക്കുകയാണോ അലിൻ ജോസ്? ദിലീപേട്ടന്റെ സിനിമകൾ വെച്ച് ദിലീപേട്ടൻ പാവം, പക്ഷെ ദിലീപേട്ടൻ ബേസിക്കലി കുറച്ച് സീരിയസ് ആണെന്ന് മാത്രം കാര്യങ്ങൾ. അതേമാതിരിയാണ് ഞാനും. അടുത്തൊരു സൂപ്പർ ക്വാളിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ട. സമയാസന്ദർഭങ്ങളിൽ പറ്റാത്തൊരു സംഭവമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ കാണിച്ചു തരുന്നു, നോക്കിക്കോ. പ്രിൻസ് ആൻഡ് ദ ഫാമിലി മൂവി റിവ്യൂ ഇംഗ്ലീഷ് പറയാമോ? Prince and Family, this movie is acted by Janapriya hero Dilip sir. He is wonderful actor, and it's not a comedy movie. It is a family emotional drama, and a situation like ഈ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സൂപ്പർ സ്റ്റാർ AJP എന്ന് പേരിടാൻ കാരണം എന്താണ്? അവിടെയാണ് നമ്മൾ അടുത്ത ക്വാളിറ്റി കാണുന്നത്, സിംപ്ലിസിറ്റി. നമ്മളെ തന്നെ നമ്മൾ സൂപ്പർ സ്റ്റാർ AJP എന്ന് ഞാൻ പറയില്ല. ഇല്ല, പറയാറില്ല. ഞാൻ സാധാരണക്കാരൻ. പലരും വിളിക്കാറുണ്ട് ആ പേരിനോട് ഞാൻ യോജിക്കണം. ബാക്കിയുള്ളവർ പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യരുത് എന്നുള്ളൊരു സംഭവം. അലിൻ ജോസ് പിന്നെ ഗർഭിണിയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷമം തോന്നാറില്ലേ? നമുക്ക് അതിന് മാത്രം വയറൊന്നുമില്ലല്ലോ, വിഷമമില്ല. വയറുള്ളതുകൊണ്ടല്ലേ ഗർഭിണി എന്ന് പറയുന്നത്. അതിനെ രീതിയിൽ കണ്ടാൽ പോരെ. നിനക്ക് വണ്ണം വെച്ചില്ലേ, നിനക്ക് ഉയരം കുറഞ്ഞു പോയില്ലേ, നീ ഇച്ചിരി നിറം മങ്ങിപ്പോയിട്ടില്ലേ, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമമായി. പക്ഷേ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മളടുത്ത് പറഞ്ഞു തരുന്നത് അതൊന്നും നമ്മളങ്ങനെ ആയതുകൊണ്ടല്ലേ അവരങ്ങനെ പറയുന്നത്. ഓക്കെ, പറഞ്ഞോട്ടെ, പക്ഷെ നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ കുറയ്ക്കാൻ പാടില്ല. അപ്പൊ ശരിക്കും AJP പൊട്ടനല്ല ഗൈസ്, പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണ്. സന്ദർഭങ്ങൾ അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം.